ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പം ആദിലയുമായിട്ടുള്ളൊരു പ്രശ്നത്തിന് ശേഷം അനു ഭയങ്കര ഡൗൺ ആയിരുന്നു. ഭയങ്കര ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി മാനസികമായിട്ട് തകർന്ന നിലയിലായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെ ആണ്. കാരണം ഇത്രയും ദിവസം ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കൊരു കൂട്ടുകാരില്ല, ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാനെ കൊണ്ട് ആൾക്കാരില്ല. അപ്പം ഇത്രയും ദിവസം അവിടെ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം തന്നെയാണ്. അപ്പം മാനസികമായിട്ട് നമ്മൾ ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡൗൺ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. സത്യം പറയുകയാണെങ്കിൽ അനുവിനെ സമ്മതിക്കണം. ഇത്രയും ദിവസം ഇത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ പുള്ളിക്കാരെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. ഡിസർവിങ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ അനു. ഞാൻ പറയുവാണെങ്കിൽ ഈ സീസൺ 7 കപ്പ് ഉയർത്താൻ അർഹതപ്പെട്ടൊരു വ്യക്തി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം കപ്പ് ആരുയർത്തുന്നു എന്നല്ല, പക്ഷേ അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ് ഈ അനു എന്ന് വേണമെങ്കിൽ 100% ഞാൻ പറയും. കാരണം അത്രയും ബുള്ളിങ്ങും അത്രയും ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ കുത്തുവാക്കും അതും ഇതും എല്ലാം അനുഭവിച്ച് ഇത്രയും നിൽക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം എവിടെ ആരെ വിറ്റായി വന്നാലും അനു ഇല്ലാത്ത സംഭവമില്ല. അപ്പോൾ നോക്കിക്കോണം പുള്ളിക്കാരിയുടെ ഒരു ഫേസ് വാല്യൂ. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 എവിടെ ഏത് ഇപ്പം ഉള്ള ചർച്ച ആയിക്കോട്ടെ, എന്ത് പുണ്ണാക്കായിക്കോട്ടെ, എവിടെയായാലും അവിടെ അനു ഇല്ലാതെ ഇല്ല. അതിനകത്ത് പറയുന്ന പോലെ പായസമില്ലാത്ത പഞ്ചസാര ഇല്ലെന്ന് പറയുന്ന പോലെ അനു ഇല്ലാത്ത ചർച്ചയില്ല. അപ്പം അത്രയും ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരാൾ തന്നെയാണ് ഈ അനു. അപ്പം ഈ ബിഗ് ബോസ് സീസൺ 7 ചർച്ച അനു തന്നെയാണ് കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാൽ, ഇനി PR ആണ് മറ്റേതാണ് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞാൽ പോലും അനു തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ 7 ചർച്ചാ വിഷയം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു സീസൺ 7 രാജാവ് അനു തന്നെയാണെന്ന് പറയാം. രാജാവല്ല, രാജ്ഞി അനു തന്നെ ആണ്. ഇനി പുള്ളിക്കാരി ഇനി കപ്പ് അടിച്ചാലും അടിച്ചില്ലേലും ഈ സീസൺ 7 അനുവിൻ്റെ പേരിൽ അറിയപ്പെടും. അതിലൊരു മാറ്റവും ഇല്ല. കാരണം ഇപ്പം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആദില, നൂറ, അതുപോലെ ഈ അനുവും തമ്മിലുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം അനു ഭയങ്കരമായിട്ട് വിഷമിച്ച് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, കാരണം എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. കാരണം അങ്ങനെ കാരണം മാനസികമായിട്ട് തകർന്ന് നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഗെയിം പോലും അവിടെ മറന്നു പോകുന്നൊരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇവിടെ ഇന്ന് അതൊക്കെ ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ട് തന്നെ അനുവിനെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരി ഡൗൺ ആണ്. കാരണം ഈ ഒരു ഫിനാലയിലേക്ക് അടുക്കുന്ന സമയം ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അപ്പം അത്രയും ദിവസം ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച്, കാരണം എല്ലാം സഹിക്കാം. കാരണം പി ആർ എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരിയെ അവിടെ ഇട്ട് ചെയ്യുന്ന ഈ വാക്ക് കൊണ്ട് ചെയ്യുന്ന ഈ ക്രൂരതയുണ്ടല്ലോ, PR ബലത്തിലാണ് നീ നിൽക്കുന്നത് എന്ന് പറയുന്ന ഇവർക്കെല്ലാം PR ഉണ്ടല്ലോ. ഇവരെല്ലാം അവരെ സ്വന്തം ഈ പറഞ്ഞിട്ടുള്ള ഇത് മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ള ഒരാളെ കുറ്റപ്പെടുത്തുന്നത്. അവിടെ എല്ലാ ആൾക്കാർക്കും PR കൊടുത്തിട്ടാണ് അവിടെ കയറി പോയിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ബിന്നി പറഞ്ഞ കള്ളവും വെച്ചുകൊണ്ട് നട്ടാക്കുറുക്കാത്ത നുണ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ബിന്നി ഉണ്ടല്ലോ, ബിന്നിയും പറയുന്നത് കേട്ടുകൊണ്ട് ഈ 16 ലക്ഷത്തിൻ്റെ PR പിടിച്ചുകൊണ്ടാണ് ഈ അനുവിനെ ഈ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി മാനസികമായിട്ട് അത് ചിന്തിക്കും, ഞാൻ ഇനി ജയിച്ചു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ PR കൊടുത്ത് ജയിച്ച വ്യക്തിയെന്ന് മുദ്ര കുത്തും എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കാരിക്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും ഡൗൺ ആയതുകൊണ്ടാണ് ഇന്ന് ബിഗ് ബോസ് പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുവിന് ഈ ഒരു ബിഗ് ബോസ് വീട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. ഫിനാലയിലേക്ക് അടുത്തല്ലോ, അപ്പോൾ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് അനു ഒരു ബിഗ് ബോസിനടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട്, ബിഗ് ബോസിന് എന്നെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം, ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്, പല ആൾക്കാരും ഇവിടെ PR ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഭയങ്കര സങ്കടത്തോടാണ് അനു പറയുന്നത്. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനിവിടെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, ഞാനിവിടെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, മറ്റുള്ളവരെ പരിഹാസങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഞാനിവിടെ നിന്ന് പോയിട്ടുള്ളത്, ഇത്രയും ദിവസം പ്രേക്ഷകരുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്നത്. ഞാൻ PR ബലത്തിലാണ് നിൽക്കുന്നതെന്ന് ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സങ്കടത്തോടെ പറയുന്നുണ്ട്. അതുപോലെ ആദിലയുടെയും നൂറയുടെയും കാര്യം പറയുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പം അനു
പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ എൻ്റെ സുഹൃത്തുക്കളെ പോലെയല്ല, എൻ്റെ അനിയത്തിമാരെ പോലെയാണ് അവരെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ടും അവർ വരെ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്കും സഹിക്കാൻ വയ്യാതായി. ശരിയാണ്. കാരണം ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇവർ ഈ ഒരു ഫിനാലെ വീക്കിനോട് അടുത്ത് ഫിനാലേക്ക് ഈ 100 ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് ഇനിയിപ്പോൾ നോമിനേഷനും ഒന്നും ഇല്ലെന്ന് അറിഞ്ഞ സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇവരെ വായിന്ന് പോലും ഈ ഒരു വാക്ക് വീണത്. ഇത്രയും ദിവസം ഞാൻ ഇവർ പറയുന്നത് കണ്ടിട്ടില്ല. അനു പി ആറിൻ്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നതെന്ന്. അവിടെ ഇവിടെ മാറിപ്പോയിരുന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇപ്പം ഈ ടിക്കറ്റ് ഫിനാലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഇല്ല സംഭവം കയ്യിൽ കിട്ടിയതുപോലുള്ള ധൈര്യത്തിലാണ് ഈ ഒരു സംഭവം അനുവിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പി ആറിൻ്റെ ബലത്തിലല്ലേ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ഒരു ഈ പറഞ്ഞിട്ടുള്ള അനിയത്തിമാരെ പോലെ ഒരു സ്നേഹം നിലനിർത്തിയ ഒരു വ്യക്തി ഇങ്ങനെ മറ്റുള്ള ഒരു സ്നേഹത്തോടെ കാണുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ അനുവും പറയുന്നത്. കാരണം ഇവരെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് ഒരുപാട് നേരം എനിക്ക് തോന്നുന്നു ലൈവിനകത്തൊക്കെ അനീഷ് ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി, പഴയതുപോലെ ഇവരെ ഫ്രണ്ട്ഷിപ്പൊക്കെ. ഞാൻ നോക്കിയിട്ട് വേണ്ട, ഇതൊക്കെ അന്നേ വിടണമായിരുന്നു, ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കണമായിരുന്നു. അനുവിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഇവിടെ ഈ അനീഷ് ഇവരെ കൺവിൻസ് ചെയ്ത് വീണ്ടും ഇതാക്കാൻ നോക്കുന്ന സമയത്ത് ആദിൽ അനീഷിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അനി ഇവിടെ ഫേക്കായിട്ടാണ് നിൽക്കുന്നത്, ഞങ്ങളെ റിലേഷനാണ് ഇവിടെ ജെന്യൂനായിട്ടുള്ള റിലേഷൻ. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ എന്തോ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ അവളെ കൂടെ കൂടിയത് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്. അങ്ങനെയൊന്നും അനു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിടത്തും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അവരെ ആ രീതിയിൽ കണ്ടുകൊണ്ട് അനുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമല്ലേ ഇപ്പം അവർ വാങ്ങിന്ന് ആ സത്യം വെളിയിൽ വന്നത്. അവർക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു ധാരണ, ഒരു ചിന്ത ഉള്ളതുകൊണ്ടല്ല. അങ്ങനെ ഒരു ചിന്തയോട് കൂടി അവർ അനുവിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അത് വെളിയിൽ വന്നത്. അല്ലാതെ ഈ ഒരു എൻ്റെ ഫെയിം കണ്ടിട്ടാണ് നിങ്ങൾ കൂടെ നിന്നതാണ് അനു എവിടെടുത്തും ഒരാളെടുത്തും ഇതിനെ പറ്റിയിട്ട് പറയുകയോ ചോദിക്കുകയോ അവരുടെ അടുത്ത് പോലും പറയുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല ലൈവിനകത്ത്. അപ്പം ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് ജനങ്ങൾക്കറിയാം. കാരണം ഈ ആദില നൂറ ഈ രണ്ട് വ്യക്തികളെ ചീപ്പ് ഗെയിമാണ്. ചീപ്പ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് ഗെയിം സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് നിന്നേന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതൊരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് എത്ര ആൾക്കാർ മറന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഷാനവാസിൻ്റെ ഒരു ഇഷ്യൂ, ഷാനവാസിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഷാനവാസുമായിട്ട് വഴക്കുണ്ടാക്കി ഷാനവാസുമായിട്ട് ഇനി ഒരു ബന്ധവും വെക്കത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വേദലക്ഷ്മി അടുത്ത് ചെന്നിരുന്നിട്ട് ഷാനവാസിനെ വെറുപ്പിക്കണ്ട, ഷാനവാസിന് പുറത്ത് നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്, അങ്ങനെ പറഞ്ഞ സമയത്ത് നേരെ റൂട്ട് മാറ്റി പിറ്റേന്ന് തന്നെ അതിൽ അങ്ങോട്ട് പോയിട്ട് ഷാനവാസിക്ക എന്ന് പറഞ്ഞിട്ട് പോയി മുട്ടിയത് നമ്മൾ കണ്ടതാണ് ലൈവിനകത്ത്. അപ്പം പ്രേക്ഷകരെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇവരെ പുറകെ കൂടിയിട്ടുള്ളത് അല്ലേ. ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആദില നൂറയുടെ ഫേക്ക് ഫേസുകൾ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് നല്ല രീതിയിൽ അനുവിന് മോട്ടിവേഷനെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു ബിഗ് ബോസ് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, ഇതെല്ലാം സഹിച്ച് മുമ്പോട്ട് പോയി ഈ പറഞ്ഞിട്ടുള്ള കപ്പിലേക്ക് എത്തുക, അതാണ് ഇവിടുത്തെ വിജയം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ബിഗ് ബോസ് മോട്ടിവേഷൻ നല്ലൊരു ബൂസ്റ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അനുവിന്. അത് ഉപകാരപ്പെടും. കാരണം ആ ഒരു ബിഗ് ബോസിൻ്റെ പുള്ളി നല്ല പുള്ളിയുണ്ടല്ലോ ബിഗ് ബോസ്, നല്ല രീതിയിലാണ് പുള്ളി ആ ഒരു സംഭവം അനുവിന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. നല്ലൊരു മോട്ടിവേഷൻ രീതിയിലാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഒന്നും കൂടെ ഒന്ന് ഇതാവാൻ, ഗെയിമിലേക്ക് തിരിച്ച് വരാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്തായാലും പുള്ളിക്കാരി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഇനി ഗെയിം കളിക്കട്ടെ. ഇനി ഈ പറഞ്ഞിട്ടുള്ള എന്തായാലും അനുവിന് നല്ല ഓഡിയൻസ് സപ്പോർട്ട്, ഫാൻ ബേസ് ഉള്ള വ്യക്തി തന്നെയാണ് അനു. അപ്പം ഒരു കാരണവച്ചാലും അനുവിൻ്റെ വോട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഫേക്കായിട്ടുള്ള ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കട്ടെ. കാരണം എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇവർ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ലൈവിനകത്ത് അവിടെ ഇവിടെയും മാറിച്ച് നിന്നിട്ട് അനുവിനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങളും ഞാൻ കണ്ടിട്ടില്ല ലൈവിനകത്ത്. ഒരാളെ പറ്റിയിട്ടും മാറിയിരുന്ന് കുറ്റം പറയുകയോ മോശവാക്കുകൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ആദില നൂറയ്ക്ക് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഇവരതൊന്നും വിടാതെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട്
ഈ പറഞ്ഞിട്ടുള്ള ഈ അനുവിനെ കാണുന്ന സമയത്തെല്ലാം കുലസ്ത്രീ പോകുന്നു, ആർട്ടിഫിഷ്യൽ സ്ത്രീ പോകുന്നു, തൻ്റെടി പോകുന്നു, എന്തോ ഒരു മോശവാക്കുകളാണ് ഈ ആദിലയുടെയൊക്കെ വായിന്ന് ഈ അനുവിനെ പറ്റി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനു ഇതൊക്കെ കാണണം, കണ്ട് വിലയിരുത്തണം ഇവരെങ്ങനെയാണ് അനുവിനെ അവിടെ കണ്ടതെന്ന്, എന്നാലേ മനസ്സിലാവൂ. ഇതൊക്കെ ജനങ്ങൾ നമ്മൾ കണ്ട ലൈവിനകത്ത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. പക്ഷെ അനുവിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് പുള്ളിക്കാരിയുടെ ഒരു ക്വാളിറ്റി. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നമ്മൾ ഉറ്റ സുഹൃത്തുക്കളെന്ന് കരുതുന്ന ആൾക്കാർ ഇനി എന്തോ നമ്മൾ അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയാലും ശരി, നമ്മൾ ആ ഒരു സൗഹൃദം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിലേക്ക് കൊണ്ടിടാതിരിക്കുക. അവിടെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത്, ഇവർ പറയുന്ന ഫ്രണ്ട്ഷിപ്പിനകത്ത് ഇന്നിപ്പം അനീഷിൻ്റെ അടുത്തൊക്കെ പറയുന്നിട്ടുണ്ടായിരുന്നു, കറുത്ത ഹൃദയമുള്ള ആൾ, അതുപോലെ ഞങ്ങളെപ്പോലുള്ള ജെന്യുവനായിട്ടുള്ള കൂട്ടുകാരെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഫേക്കാണ്, അനു ഈ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നാടകമാണ് കളിച്ചതെന്നൊക്കെയാണ് അതിൽ പറയുന്നത്, സംസാരിക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം എന്തായാലും ലൈവ് കണ്ടിട്ടുള്ള ജനങ്ങൾക്കറിയാം ആരാണ് ഇവിടെ ഫേക്കായിട്ട് കളിച്ചിട്ടുള്ളത്, ആരെ ഫ്രണ്ട്ഷിപ്പിനാണ് ഇവിടെ ക്വാളിറ്റി ഉള്ളതെന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അനുവിന് നല്ലൊരു മോട്ടിവേഷൻ കിട്ടട്ടെ. പിന്നെ ഈ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആദില നൂറയെ ഞാൻ അതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോയിൽ സംസാരിച്ചത്. ഈ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. എന്തായിരിക്കും എന്നാലും കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ട് ഇവർ ചർച്ച ചെയ്യുന്ന പോലും ഞാൻ ലൈവിന് കണ്ടിട്ടില്ല, ലൈവിലോ എപ്പിസോഡിലോ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇവർ വെളിയിൽ വന്നിട്ട് ചർച്ച ചെയ്യുന്നതാണ് കാണുന്നതാണ്. പക്ഷേ ചർച്ച ചെയ്യുന്നതും കാണുന്നില്ല. ആ സമയത്ത് സാബുമാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നേരം ഇവർ കൺഫെഷൻ റൂമിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന്. ഏകദേശം 2 മണിക്കൂറും 1.25 മണിക്കൂറോളം അതിനകത്തുണ്ടായിരുന്നു. ഇത്രമാത്രം അതിനകത്ത് സംസാരിക്കാൻ എന്തായിരുന്നു ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും കൊള്ളാം. അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ആർക്കാന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം സി യു.